അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, ഗ്രീൻ പീസ് കൊണ്ട് ചോറിന് പറ്റിയ അടിപൊളി ഒരു തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ കൂട്ടുകാരെ. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യുന്നത് കണ്ടാലോ. അപ്പോൾ ആദ്യം നമ്മൾ അടിക്കട്ടിയിൽ ഒരു ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇടുന്ന ഒരു പിടിയോളം നമ്മൾ ഉഴുന്നും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് എടുക്കുന്ന 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. പിന്നെ അതിന്റെ കൂടെ നമുക്ക് 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം ഒന്നും വഴന്നു പോകേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇന്നലെ 6-7 മണിക്കൂർ നമ്മൾ ഇട്ട് കുതിർത്ത് കുക്കറിലിട്ട് വേവിച്ചാണ്, വെള്ളമൊന്നും ഇല്ലാതെ എടുത്താണ്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ആ എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3/4 സ്പൂണ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിനകത്തിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു മണം കൊണ്ട് വരും കൂട്ടുകാരെ. ഇനി നമുക്കിതിനകത്ത് ഒരു അരപ്പാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ജാറിനകത്ത് തേങ്ങ എടുത്തിട്ട് നമുക്കിതിനകത്തൊരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെന്ന് പറയാൻ നമ്മൾ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി, ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ ഗ്രീൻ പീസ് കഴിക്കാത്ത ആൾക്കാർ വരെ കഴിച്ചു പോകും, അത്രയ്ക്ക് അടിപൊളിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ. ഗ്രീൻ പീസ് കൊണ്ട് നിങ്ങൾ ഇതേ കണക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ, നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇതേ കണക്കൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് പിന്നെ നിങ്ങളിത് ഒരിക്കലും നിങ്ങളിത് മറക്കത്തില്ല. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കൂട്ടുകാർ. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. നിങ്ങൾ ഇതിനൊക്കെ ചെയ്ത് നോക്കും, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഇതേപോലുള്ള വീഡിയോക്ക് എൻ്റെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.